തെറ്റിദ്ധരിക്കപ്പെട്ട കണ്ടസ്റ്റന്റ്? ആദില. എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു? ആദിലയുടെ പാർട്ട്ണറുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാ മനുഷ്യരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് പോലത്തെ പൊസസീവും ഇമോഷൻസും എല്ലാം അവരുടെ ജീവിതത്തിനകത്തുണ്ട്. സ്വാഭാവികമായിട്ടും ആദില നൂറയെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ബുള്ളി ചെയ്തിട്ട് അല്ലെങ്കിൽ നൂറേനെ പിടിച്ച് ഇരുത്തി നൂറേനെ തട്ടിക്കൊണ്ടുപോയി നൂറയുടെ സെക്ഷുവാലിറ്റി വരെ പൊതുസമൂഹം അഡ്രസ്സ് ചെയ്യുന്നത് ആദില അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. നൂറ ഒരു ലെസ്ബിയനെ അല്ല എന്നുള്ള ലെവലിലൊക്കെ തന്നെ ആളുകളുടെ അസംഷൻ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ആ കുട്ടിയെ കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രോഗ്രസീവായിട്ട് അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള നല്ല സുന്ദരികളായിട്ടുള്ള, പ്രത്യേകിച്ച് അത് എടുത്ത് പറയണം. കാരണം ഇവിടെ അത് എടുത്ത് പറയണതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും ഇവിടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്തെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും. ഞാൻ പറയണത് നൂറേനെ ആദിലിനെ പോലെയുള്ള കുട്ടികളെ ആളുകൾ കൂടുതൽ ഭയങ്കര സൗന്ദര്യവതികളായിട്ടുള്ള ആളുകളായിട്ട് കാണും. അപ്പോൾ പ്രത്യേകിച്ച് ഇവരെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും മറ്റും ഇവരെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ അവിടെ നൂറയെ പോലെ ഒരാളിനെ ആദില പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നൂറയെ വിട്ടുകൊടുക്കുന്നില്ല. നൂറയ്ക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്, നൂറയ്ക്ക് ലൈഫിനെ വേറെ രീതിയിൽ കാണണമെന്നുണ്ട്.